ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കടലക്കറിയാണ്. ചപ്പാത്തിൻ്റെ ഒപ്പം പൂരിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ്. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കണം. നമുക്ക് ഒരു കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. 4 മണിക്കൂർ മുമ്പ് കുതിരാൻ വെച്ച കടലയാണ്. ഇത് നമുക്ക് കുക്കറിലിട്ട് വിസിലടിച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ട 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആയിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ്, 2 ചെറിയ ഉരുളക്കിഴങ്ങാണ്, ഇത് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 4 വിസിലടിച്ചതിന് ശേഷം നമുക്ക് കുക്കറിൽ തറക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കാം. ആദ്യം തന്നെ നമുക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 മീഡിയം സൈസുള്ള ഉള്ളി നീളത്തിലരിഞ്ഞത് ഇത് ചേർത്ത് കൊടുക്കാം. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഉള്ളി ഒന്ന് ചെറുതായി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു തുണ്ട് ഇഞ്ചി കുത്തിച്ചതച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാല ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ടീസ്പൂൺ മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറച്ചും കൂടെ ടേസ്റ്റ്. ടീസ്പൂൺ മട്ടൻ മസാല ചേർത്ത് കൊടുക്കാം. മട്ടൻ മസാലയാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ട് കടലക്കറിക്കുണ്ടാവുക. അപ്പോൾ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായി ഒന്ന് സെറ്റായി വരട്ടെ. ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പച്ച നിറമൊക്കെ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 3 തക്കാളി, ചെറിയ കുഞ്ഞ് തക്കാളിയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. മസാല അപ്പോൾ റെഡി ആയിരിക്കുകയാണ്. ഇനി കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 വെളുത്തുള്ളി ചേർക്കാം. 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കുക്കറപ്പോൾ തുറന്ന് നോക്കാം. കടല ഇതാ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പാനിലേക്ക് കൊട്ടാം. നേരത്തെ കടലക്കറിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന മസാല പേസ്റ്റ് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. ഞാൻ തേങ്ങയുടെ അരപ്പയോടുകൂടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് തളിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് കടുക് തളിച്ചെടുക്കാം. കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും. കടലക്കറി അപ്പോൾ റെഡി ആയിരിക്കണം. എന്നതും കൂടെ ചേർത്ത് കൊടുക്കാം കടലക്കറിക്ക്. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ചപ്പാത്തിക്കും പൂരിക്കും അതുപോലെ ഇടിയപ്പത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കടലക്കറിയാണ്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യണേ. പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.